തുർക്കിയുടെ റിപ്പബ്ലിക് ദിനത്തിൽ ഇറാൻ ആശംസകൾ അറിയിച്ചു. തുർക്കിയുടെ ദേശീയ ദിനത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയാണ് തുർക്കി വിദേശകാര്യമന്ത്രിയെ വിളിച്ച് ആശംസകൾ അറിയിച്ചത്. ഇരു അയൽരാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു. ഇറാൻ്റെ ഔദ്യോഗിക ന്യൂസ് ഏജൻസിയായ ഇസ്ലാമിക് റിപ്പബ്ലിക് ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനും സന്ദേശം അയച്ചു. തുർക്കിയുമായി അടുത്ത ബന്ധം ഇറാൻ ആഗ്രഹിക്കുന്നതായും മേഖലയിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഉഭയകക്ഷി ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും പെസഷ്കിയൻ സംസാരിച്ചതായി ഇസ്ലാമിക് റിപ്പബ്ലിക് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ ഇറാനും തുർക്കിയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. ഇത് ഇരു രാജ്യങ്ങൾക്കും മേഖലയ്ക്കും സ്ഥിരത, സുരക്ഷ, വികസനം എന്നിവ നൽകും. രണ്ട് അയൽരാജ്യങ്ങൾക്കുമിടയിൽ നിരവധി പൊതുതത്വങ്ങളുണ്ട്. സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക, അന്താരാഷ്ട്ര മേഖലകളിലും തുടർച്ചയായ കൂടിയാലോചനകൾ വേണമെന്നും പെസഷ്കിയൻ പറഞ്ഞതായി ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അതേസമയം സൗദി അറേബ്യയിലെ തുർക്കി അംബാസിഡർ പ്രൊഫസർ ഡോക്ടർ എംറുള്ള ഇസ്ലർ തുർക്കിയും സൗദിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി. ബുധനാഴ്ച തുർക്കി റിപ്പബ്ലിക്കിൻ്റെ 102ാം വാർഷികത്തിൽ അദ്ദേഹം സൗദി ആസ്ഥാനമായുള്ള അറബ് ന്യൂസ് പത്രത്തിൽ ഒരു ലേഖനം എഴുതി. സമ്പന്നമായ ചരിത്രത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും ശക്തി പ്രാപിച്ച യുവ റിപ്പബ്ലിക് സ്വദേശത്ത് സമാധാനം, വിദേശത്ത് സമാധാനം എന്ന മുദ്രാവാക്യം പിന്തുടർന്ന് ആഭ്യന്തരമായി ജനാധിപത്യപരവും സ്ഥിരതയുള്ളതും സമ്പന്നവുമായൊരു തുർക്കിയെ ലക്ഷ്യമാക്കി നിർണായക നടപടികൾ സ്വീകരിച്ചു. കൂടാതെ മേഖലയിലും അന്താരാഷ്ട്ര തലത്തിലും സ്ഥിരതയ്ക്കും സമാധാനത്തിനും സംഭാവന നൽകി. ഇങ്ങനെയാണ് അദ്ദേഹം തുർക്കിയെക്കുറിച്ച് ലേഖനത്തിൽ എഴുതിയത്. തുർക്കിയും സൗദി അറേബ്യയും സമാധാനം, സ്ഥിരത, അന്താരാഷ്ട്ര നിയമം എന്നിവയോട് പ്രതിബദ്ധത പങ്കിടുന്ന മേഖലയിലെ പ്രധാന പങ്കാളികളാണ്. സംയുക്ത പരിശീലനവും ബന്ധം വർദ്ധിപ്പിക്കാനുള്ള മറ്റ് നടപടികളും ഉൾപ്പെടുന്ന പ്രതിരോധ സഹകരണത്തിൻ്റെ പ്രാധാന്യവും ഇസ്ലർ എഴുതി. വിവിധ ഉന്നതതല യോഗങ്ങളിൽ, പ്രത്യേകിച്ച് പ്രതിരോധ, വ്യവസായ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം തുടർന്നും വളരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. തുർക്കിയുടെ വിജയകരമായ പ്രതിരോധ വ്യവസായ കമ്പനികൾ സൗദിയുമായുള്ള പങ്കാളിത്തത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നിരവധി പദ്ധതികൾ വാഗ്ദാനം ചെയ്യുന്നു. വരും കാലയളവിൽ നമ്മുടെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുമെന്നും നമ്മുടെ പൊതുവായ ലക്ഷ്യങ്ങൾ സംയുക്തമായി കൈവരിക്കുമെന്നും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഇസ്ലർ എഴുതി. ലോകത്തിൽ ചെറിയ ചെറിയ കൂട്ടായ്മകൾ രൂപപ്പെടുന്നു. യുഎസിൻ്റെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഉപരോധ ഭീഷണികളെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. ദീർഘകാലമായുള്ള ഉപരോധങ്ങൾ ഇറാനെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധത്തെ മറികടക്കാൻ ശ്രമം നടത്തുകയാണ് ഇറാനും റഷ്യയും. പുതിയ പദ്ധതിയുമായി ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നു. റാഷ്ത് മുതൽ അസ്താര വരെയുള്ള 162 കിലോമീറ്റർ റെയിൽവേ ലൈൻ പദ്ധതിക്ക് രൂപം നൽകുകയാണ് ഇരു രാജ്യങ്ങളും. റഷ്യ, അസർബൈജാൻ, ഇറാൻ എന്നീ രാജ്യങ്ങളിലെ നിലവിലുള്ള റെയിൽവേകളെ ബന്ധിപ്പിക്കുന്ന ഒരു ഗതാഗത ഇടനാഴിയാണ് അസ്താര റാഷ്ത് ക്വാസിൻ റെയിൽവേ. ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിൻ്റെ ചട്ടക്കൂടിനുള്ളിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. റഷ്യ, അസർബൈജാൻ, ഇറാൻ, ഇന്ത്യ എന്നീ രാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതാണ് പദ്ധതി. ഏകദേശം 1.6 ബില്യൺ യൂറോ ചെലവിലാണ് റെയിൽവേ ലൈൻ നിർമ്മിക്കുന്നത്. റെയിൽവേ ലൈന് റഷ്യയാണ് പ്രധാനമായും ധനസഹായം നൽകുന്നത്. റഷ്യൻ എഞ്ചിനീയർമാരാണ് ഈ പദ്ധതി നിർമ്മിക്കുന്നത്. 2025 ഫെബ്രുവരിയിൽ ഒപ്പുവെച്ച 20 വർഷത്തെ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടിയുടെ ഭാഗമായാണ് ഈ റെയിൽവേ ലൈൻ. ഈ ഇടനാഴി ഇരു രാജ്യങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. ഇത്തരത്തിൽ ലോകം മാറിമറിയുകയാണ്. യുഎസിൻ്റെയോ മറ്റു രാജ്യങ്ങളുടെയോ ഉപരോധ ഭീഷണിയൊന്നും ഇനി വിലപ്പോവില്ലെന്നർത്ഥം.